ഹലോ, നമ്മൾ ഐക്ലറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റ് കിങ്ഡത്തിന് ഐക്ലർ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഗയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആൽഗയുടെ ക്ലാസിഫിക്കേഷനും എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ്. കുറച്ചും കൂടി ഹയർ ലെവലുള്ള പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് പറയാം. പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ആൾക്കാരാണ് ബ്രയോഫൈറ്റ്സ്. സിംപ്ലസ്റ്റ് നോൺ വാസ്കുലാർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതായത് സൈലും ഫ്ലോയും ഒന്നും കാണുന്നില്ല അവർക്ക്. അത്തരത്തിലുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് ബ്രയോഫൈറ്റ്സ്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ്. അതുപോലെ തന്നെ ഇവയുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് അൺഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും. അതായത് കാര്യമായിട്ട് അങ്ങനെ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് എന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ താലസ് ആയിരിക്കും ഇവരുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത്. അൺഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും. ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്ലാൻ ബോഡി ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബ്രയോളജി. ബ്രയോഫൈറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബ്രയോളജി. ഫാദർ ഓഫ് ബ്രയോളജി എന്ന് പറയുന്നത് ഹെഡ്വിഗ് ആണ്. ഫാദർ ഓഫ് ബ്രയോളജി ഹെഡ്വിഗ്. അതേപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ ബ്രയോളജി ആണെങ്കിൽ SR കശ്യപാണ്. ഓർക്കണം, ഫാദർ ഓഫ് ബയോളജി ഹെഡ്വിഗ്, ഫാദർ ഓഫ് ഇന്ത്യൻ ബ്രയോളജി ആണെങ്കിൽ SR കശ്യപാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത് ആംഫിബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം. ആംഫിബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സ്വഭാവ സവിശേഷത കാണിക്കുന്ന ഒരു പ്ലാൻ ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രയോഫൈറ്റ്സ് ആർ നോൺ ആസ് ദ ആംഫിബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം. ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് എന്താ സാധനമെന്ന്? നമ്മുടെ ഈ കിണറിൻ്റെ ഒക്കെ ചുറ്റും ഉണ്ടാകുന്ന നമ്മൾ പടവെട്ടി കളിക്കുന്ന സാധനമില്ലേ, അതാണ് ബ്രയോഫൈറ്റ്സ്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ മനസ്സിൽ ഓർക്കാൻ പറ്റുന്നത്. കുറേ പാച്ചായിട്ട് കാണുന്ന, ഡെൻസ് പാച്ചസ് ആയിട്ട് കാണുന്ന, കുറച്ച് ഷെയ്ഡായിട്ടുള്ള പ്ലേസിലും മറ്റുമായിരിക്കും കാണുക. പൂപ്പലല്ല, പൂപ്പൽ പായൽ അതല്ല, മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ട്രീയുടെ ഒക്കെ അടുത്ത്, ട്രീ ട്രങ്കിൽ, സോയിലിൽ, ഷെയ്ഡ് പ്ലേസസിലൊക്കെ കാണും ഇതിന്. പിന്നെ ഈ ബ്രയോഫൈറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഇവരുണ്ടാവുന്നത് ടെറസ്ട്രിയൽ ആയിരിക്കും. പക്ഷേ കുറച്ച് എണ്ണം എന്തായാലും അക്വാട്ടിക്കും കാണും. കാരണം ഇവരെ നമ്മൾ അറിയപ്പെടുന്ന എന്താ? ആംഫിബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം. അതുകൊണ്ട് തന്നെ കുറച്ച് അക്വാട്ടിക് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സും ഉണ്ട്. അതുപോലെ അക്വാട്ടിക് ആയിട്ടുള്ളൊരു ബ്രയോഫൈറ്റ്സിന് എക്സാമ്പിളാണ് റിക്സിയ ഫ്ലൂയിറ്റൻസ്. റിക്സിയ ഫ്ലൂയിറ്റൻസ് ഓർത്ത് വെക്കുക. ഫ്ലൂയിറ്റൻസ്, ഫ്ലോ എന്ന് പറയുമ്പോൾ വാട്ടർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ എപ്പിഫില്ലസ് ആയിട്ടുള്ള മറ്റ് പ്ലാന്റ്സിൻ്റെ മുകളിൽ, മറ്റ് ലീഫിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് റാഡുല. ഈ റിക്സിയ ഫ്ലൂയിറ്റൻസ്, റാഡുല, അതുപോലെ മാർക്കൻഷ്യ, ഫ്യൂണേരിയ, ഇതുപോലത്തെയുള്ള ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ ഈ ബ്രയോഫൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എപ്പിഫില്ലസ് ആയിട്ടുള്ളത് ഏതാ? റാഡുല. ഇനി ഇവയുടെ പ്ലാൻ ബോഡി നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, താലസ് ആയിരിക്കും. അൺഡിഫറൻഷ്യേറ്റഡ് പ്ലാൻ ബോഡി ആയിരിക്കും. ഇത് ചില സമയത്ത് എന്താവാം? ഇറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിലത്ത് പറ്റിക്കിടക്കുന്നതാവാം, പ്രോസ്ട്രേറ്റ് ആവാം. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസൊക്കെ നമുക്ക് ഓർക്കാം. പ്രോസ്ട്രേറ്റ് ആയിട്ട് നിലത്ത് കാണുന്ന ആൾക്കാരാണ് ഈ റിക്സിയ, ആന്തോസറോസ്, മാർക്കൻഷ്യ ഒക്കെ ഉള്ളത്. അതേസമയം കുറച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പ്രോസ്ട്രേറ്റ് അല്ല, ഇറക്റ്റായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അതിനൊരു മെയിൻ എക്സാമ്പിളാണ് നമ്മുടെ മോസ്, ഫ്യൂണേരിയ, മോസൊക്കെ പറയുന്നത്. ഇനി ഇവയ്ക്ക് സോയിലിൽ ഫിക്സ് ചെയ്ത് നിൽക്കേണ്ട ഒരു സ്ട്രക്ചർ വേണ്ടേ? എന്തായാലും സോയിലിൽ ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടി, ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് റൈസോയിഡ്സ്. ഓക്കെ, റൈസോയിഡ്സ്, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ. പിന്നെ ലീഫും സ്റ്റെമ്മും റൂട്ടൊന്നും ഇല്ലെങ്കിലും റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ലീഫ് ലൈക്ക് സ്ട്രക്ചറും സ്റ്റെം ലൈക്ക് സ്ട്രക്ചറൊക്കെ ഇവരിൽ കുറേ ആൾക്കാർക്ക് കാണാം. അതായത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് എന്താ? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് നോൺ വാസ്കുലാർ പ്ലാന്റ്സ് ആണ്. ഈ ലീഫ് പോലെ, സ്റ്റെം പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇവയ്ക്കൊന്നും സൈലവും ഫ്ലോയും, അതായത് വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, പിന്നെ റീപ്രൊഡക്ഷൻ നോക്കാം. റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവായിട്ട് നടക്കുന്നുണ്ട്. അത് മെയിനായിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിങ്, ട്യൂബേഴ്സ് ഫോം ചെയ്യാം. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ടേം ഓർത്ത് വെക്കാനുള്ളത് ജമ്മയാണ്. ഓക്കെ, ജമ്മ എന്ന് പറഞ്ഞാൽ ഒരു അസെക്ഷൽ ടൈപ്പ് ബഡ് ഫോം ചെയ്യുന്നതാണ്. പിന്നെ ജമ്മ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഗ്രൂപ്പിലെത്തുമ്പോൾ നോക്കാം. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓർത്ത് വെക്കാനുള്ളൊരു കാര്യം, നമ്മുടെ ബ്രയോഫൈറ്റ്സിൻ്റെ
വെജിറ്റേറ്റീവ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗാമിറ്റോഫൈറ്റ് ആയിരിക്കും. അത് ഓർത്ത് വെക്കണം. ഗാമിറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ എന്ന് സംശയം തോന്നും. അപ്പോൾ ഓർത്ത് വെക്കുക. വെജിറ്റേറ്റീവ് പ്ലാന്റ് ബോഡി ഓഫ് എ ബ്രയോഫൈറ്റ് എന്തായിരിക്കും? ഗാമിറ്റോഫൈറ്റ് ആയിരിക്കും. ഓക്കെ, എല്ലാ മെമ്പേഴ്സും ഹോമോസ്പോറസ് ആണ്. ഒരേ തരത്തിലുള്ള സ്പോർസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗാമിറ്റോഫൈറ്റ് സ്പോർ ഉണ്ടാക്കുമോ? ഇല്ല അല്ലേ. ഗാമിറ്റോഫൈറ്റ് ഗാമീറ്റ്സ് ഉണ്ടാക്കും. ഈ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി, അത് പിന്നെ സ്പോറോഫൈറ്റായി. ആ സ്പോറോഫൈറ്റ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പോറെല്ലാം ഹോമോസ്പോറസ് ആയിരിക്കും. അതായത് ഒരേപോലെയുള്ള സ്പോർസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ സെക്സ് ഓർഗൻസ് കാണുന്നത് ക്ലസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും. നല്ല ഗ്രൂപ്പായിട്ട് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സെക്സ് ഓർഗൻസ് ഗ്രൂപ്പായിട്ടായിരിക്കും കാണുക. അതുപോലെ തന്നെ സെക്സ് ഓർഗൻസിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ആന്തരീഡിയം, ആർക്കിഗോണിയം. ഓക്കെ, ആന്തരീഡിയം എന്ന് പറയുന്നത് ഒരു ക്ലബ്ബ് ഷേപ്പ്ഡ് ആയിരിക്കും. അതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ആന്തരീഡിയം. ഓക്കെ, അത് ആന്തരോസുവോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആന്തരോസുവോയിഡ്സ് ഫീമെയിലിൻ്റെ അടുത്ത് എത്തണ്ടേ, അതുകൊണ്ട് മോട്ടയിലായിരിക്കും. ബൈഫ്ലജല്ലേറ്റ്, ഫ്ലജല്ല എന്തിനു വേണ്ടിയിട്ടാണ്? മോട്ടിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് ഫീമെയിലിൻ്റെ നോക്കുകയാണെങ്കിൽ ഫ്ലാസ്ക് ഷേപ്പ്ഡ് ആയിട്ടുള്ള ആർക്കിഗോണിയം പ്രസൻ്റ് ആയിരിക്കും. അതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇതാണ് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എന്ത് ചെയ്തു? ആന്ത്രോസുവോയിഡ്സ്, ബൈഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസുവോയിഡ്സ് എഗ്ഗിൽ വന്ന് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൈഗോട്ട് ഉണ്ടാവും. ഓക്കെ, ആന്ത്രോസുവോയിഡ്സ് ഫ്യൂസസ് വിത്ത് എഗ് ആൻഡ് ഫോം സൈഗോട്ട്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താവും? സ്പോറോഫൈറ്റായിട്ട് മാറും. ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു സമയം മാത്രമേ സ്പോറോഫൈറ്റായിട്ട് മാറുന്നുള്ളൂ. കൂടുതലും എന്തായിട്ടാണ്? ഗാമിറ്റോഫൈറ്റ് ആണ്. അപ്പോൾ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ലിവിങ് ഒന്നുമല്ല, അതുപോലെ അങ്ങനെ വെൽ ഡെവലപ്ഡ് ഒന്നും അല്ല. ഗാമിറ്റോഫൈറ്റാണ് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഡൊമിനേറ്റ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പ്ലാന്റ് ബോഡി ബ്രയോഫൈറ്റ്സിൽ എന്ന് പറയുന്നത്. ഏത്? ഗാമിറ്റോഫൈറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ സ്പോറോഫൈറ്റ് ഉണ്ടാവും പറഞ്ഞില്ലേ. ഈ സ്പോറോഫൈറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുന്നത്? ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതായത് സിമ്പിളായിട്ട് പറയാം, ഈ പ്രോസസ്സിനെയാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ആൾട്ടർനേഷനല്ലേ സംഭവിക്കുന്നത്? ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവും. ആദ്യം പ്ലാന്റ് ബോഡി ഗാമിറ്റോഫൈറ്റ്. ഈ ഗാമിറ്റോഫൈറ്റിൽ സെക്സ് ഓർഗൻസും ഉണ്ടാവും, ആന്തരീഡിയം, ആർക്കിഗോണിയം. ആന്തരീഡിയം ആന്തരോസുവോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ആർക്കിഗോണിയം എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും. ആന്തരോസുവോയിഡ്സ് എഗ്ഗിനെ വന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ആരുണ്ടാവും? സ്പോറോഫൈറ്റ്. അടുത്ത ജനറേഷൻ, അടുത്ത ഗ്രൂപ്പ് ഇൻ ദ സെൻസ് അടുത്ത പ്ലാൻ ഗ്രൂപ്പ് അല്ല, ഈ പ്ലാൻ ഗ്രൂപ്പിൻ്റെ തന്നെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അടുത്തൊരു ജനറേഷൻ എന്നുള്ള തരത്തിൽ എന്തുണ്ടാവും? സ്പോറോഫൈറ്റ് ഉണ്ടാവും. പിന്നെ സ്പോറോഫൈറ്റ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പോർസ് ജെർമിനേറ്റ് ആയിട്ട് വീണ്ടും തിരിച്ച് സൈക്കിളായിട്ട് എന്ത് വരും? ഗാമിറ്റോഫൈറ്റ് വരും. അപ്പോൾ ഗാമിറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ്, ഗാമിറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ്, ഈ ഒരു രീതിയിലായിരിക്കും പോവുക. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഈ രണ്ട് ഫേസും മൾട്ടി സെല്ലുലാർ ആയിരിക്കും. യൂണിസെല്ലുലാർ എന്നുള്ളൊരു വാക്കേ വേണ്ട, രണ്ട് ഫേസും മൾട്ടി സെല്ലുലാർ ആയിരിക്കും. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ബ്രയോഫൈറ്റ്സിൽ ഗാമിറ്റോഫൈറ്റാണ് ഡോമിനൻ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗാമിറ്റോഫൈറ്റാണ് ഡോമിനൻ്റ്. മാത്രമല്ല ഈ ഗാമിറ്റോഫൈറ്റ് ആയിരിക്കും ഫ്രീ ലിവിങ്, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ഒക്കെ ഉള്ളത് ഗാമിറ്റോഫൈറ്റ് ആയിരിക്കും. കൂടുതൽ സമയമുള്ളതും ഗാമിറ്റോഫൈറ്റ് ആയിരിക്കും. സ്പോറോഫൈറ്റ് വെരി ഷോർട്ട് ലിവ്ഡ്, അതുപോലെ മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഗാമിറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ ആംഫിബിയൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ ഇവർ ഏത് സെൻസിലാണ് ഇവർക്ക് വെള്ളം ആവശ്യമെന്ന്. ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ വാട്ടർ എസെൻഷ്യലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ഇവർ വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ഓക്കെ, ക്ലിയർ അല്ലേ ഇതുവരെയുള്ള കാര്യങ്ങൾ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ പറഞ്ഞ ബ്രയോഫൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ ആൾക്കാർ നിലത്ത് കിടക്കുന്നതാണ്, കുറേ ആൾക്കാർ എഴുന്നേറ്റ് ഇറക്റ്റായിട്ട് നിൽക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു, കുറേ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് 3 തരത്തിലാണുള്ളത്: ഹെപ്പാറ്റിക്കോപ്സിഡ, ആന്തോസെറോട്ടോപ്സിഡ, ബ്രയോപ്സിഡ. ഹെപ്പാറ്റിക്കോപ്സിഡ എന്ന് പറഞ്ഞാൽ ലിവർ വേർഡ്സ് എന്ന് പറയും. ആന്തോസെറോട്ടോപ്സിഡ എന്ന് പറഞ്ഞാൽ ഹോൺ ബേർഡ്സ്. പിന്നെ ബ്രയോപ്സിഡ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മോസ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഹെപ്പാറ്റിക്കോപ്സിഡ അഥവാ ലിവർ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്ലാന്റ് ബോഡി ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും,
ഫ്ലാറ്റ് നിലത്ത് കിടക്കുന്ന തരത്തിലുള്ള ആൾക്കാർ. നമ്മൾ നേരത്തെ പറഞ്ഞ റിക്സിയൊക്കെ ഇല്ലേ, റിക്സിയ മാർക്കാൻഷ്യ ഒക്കെ ഇല്ലേ, അവരൊക്കെ വരുന്നതാണ് ഈ ഹെപ്പാറ്റിക് കോപ്സിഡ ഓർത്തേക്കാം, ലിവർ വേർഡ്സ്. അപ്പോൾ ഇവർ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും, ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഉണ്ടാവും താലസിൽ. അപ്പോൾ ഡോർസി വെൻട്രൽ ആയിരിക്കും. പിന്നെ റൈസോയിഡ്സ് നിലത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തുണ്ട്, റൈസോയിഡ്സ് ഉണ്ടാവും. പിന്നെന്ത് പറയാം, ബാക്കിയെല്ലാം കുറേ കാര്യങ്ങളൊക്കെ കോമൺ ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയായിരിക്കും. പിന്നെ ഇവർ ചില ആൾക്കാരിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു സ്ട്രക്ചറാണ് ജമ്മെ അല്ലേ. ആ ജമ്മെ ഫോം ചെയ്യുന്നത് ഈ ലിവർ വേർഡ്സിൽ ഉൾപ്പെടുന്ന മാർക്കൻഷ്യയിലാണ് പ്രധാനമായിട്ടും. ചില ബ്രയോഫൈറ്റ്സിൽ മാത്രമേ ജമ്മെ കാണുന്നുള്ളൂ. അത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരാളാണ് മാർക്കൻഷ്യ. ജമ്മെ കാണും. ജമ്മെ എന്ന് പറഞ്ഞാൽ ഈ ജമ്മെ ഒരു അസെക്ഷൽ ബോഡിയാണെന്ന് പറയാം, അസെക്ഷൽ ബഡാണെന്ന് പറയാം. ജമ്മെ കപ്പ് ഫോം ചെയ്യും. ഇത് ഗ്രീൻ കളറായിരിക്കും, മൾട്ടി സെല്ലുലാർ തന്നെ ആയിരിക്കും. ജമ്മെ ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മളൊരു ട്യൂബറൊക്കെ ഉണ്ടായി ഡിറ്റാച്ച് ചെയ്ത് പോകില്ലേ, അതുപോലെ ജമ്മെ ഡിറ്റാച്ച് ചെയ്ത് പോയി പുതിയൊരു പ്ലാന്റ് ബോഡിയായിട്ട് ജെർമിനേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ കാര്യം തന്നെ ഓർക്കുക. ആന്തരീഡിയുണ്ട്, ആർക്കിഗോണിയുണ്ട്. അത് ചിലപ്പോൾ ഒരേ താലസിൽ തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറെൻറ്റ് താലസിലുണ്ടാവാം, ഒരുമിച്ചുണ്ടാവാം, വിട്ടുണ്ടാവാം. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഉണ്ടാവാം. ഫീമെയിലും മെയിലും സെക്സ് ഓർഗൻസ്. പിന്നെ ഇവർക്കും ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നുണ്ട്. ബ്രയോഫൈറ്റ്സ് ആണല്ലോ. അപ്പോൾ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. ഇവരുടെ സ്പോറോഫൈറ്റ് നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്ന് കാണാം. ഫൂട്ട് എന്ന് പറയുമ്പോൾ നിലത്തുള്ള ഭാഗം, സീറ്റ അതിൻ്റെ മുകളിലുള്ള ഭാഗം, പിന്നെ ക്യാപ്സ്യൂൾ. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. പക്ഷെ ഒന്നും അങ്ങനെ വെൽ ഡെവലപ്ഡ് ഒന്നും ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്തോർത്ത് വെക്കണം, ഇതിലുള്ള ആൾക്കാർ ഓർത്ത് വെക്കണം. ഹെപ്പാറ്റിക് കോപ്സിഡയിൽ വരുന്ന ആൾക്കാരാണ് റിക്സിയ, മാർക്കാൻഷ്യയിലാണ് നമ്മൾ ജമ്മെ കപ്പൊക്കെ കാണുന്നത്. പിന്നെ ആന്ത്രേഡിയ, ആർക്കിഗോണിയ, ഫൂട്ട്, സിറ്റ, ക്യാപ്സ്യൂളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് ആന്തോസിറോടോപ്സിഡ. ഇവരെ പറയുന്ന പേരാണ് ഹോൺ ബേർഡ്സ്. ഒരു ഹോൺ ഉണ്ട് ഇവർക്ക്. ഓക്കെ, ഇതിൽ വരുന്ന ആൾക്കാർ നോട്ടോതൈലസ്, ആന്തോസിറോസ് ഒക്കെ വരുന്നതാണ്. ഈ ഒരു ഗ്രൂപ്പിന് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൈറനോയിഡ്സ് പ്രസൻ്റ് ആണ്. അതുപോലെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്ന ആൾക്കാരാണ്. ആ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പൈറനോയിഡ്സ് പ്രസൻ്റ് ആണ്, പിന്നെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ സാധിക്കുന്ന ബ്രയോഫൈറ്റിക് ഗ്രൂപ്പാണ് ആന്തോസിറോടോപ്സിഡ, അല്ലെങ്കിൽ ആന്തോസിറോസ്, നോട്ടോതൈലസ് ഒക്കെ വരുന്ന ഗ്രൂപ്പ്. ഓക്കെ, 2 ഗ്രൂപ്പ് നമ്മൾ കവർ ചെയ്തു അല്ലേ. ഏത്, ലിവർ വേർഡ്സും പറഞ്ഞു, ഹോൺ വേർഡ്സും പറഞ്ഞു. അടുത്തതാണ് മോസ്, ബ്രയോപ്സിഡ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, കുറച്ചും കൂടി ഡെവലപ്ഡായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ബ്രയോഫൈറ്റിനോ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവരാണ് ഹയർ ബ്രയോഫൈറ്റ്സ്, കുറച്ചും കൂടി ഡെവലപ്ഡായി അല്ലേ. ഹയർ ബ്രയോഫൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ബ്രയോപ്സിഡ മെമ്പേഴ്സാണ്, മോസസ് ആണ്. ഇവരുടെ ഗാമിറ്റോഫൈറ്റ്, ഇത്ര നേരം നമ്മൾ പറഞ്ഞു ഗാമിറ്റോഫൈറ്റ് താലസ് ആണ്, ഡോർസി വെൻട്രലാണ്, നിലത്ത് കിടക്കുന്നതാണ് ഒക്കെ പറഞ്ഞു. ഇവരുടെ ഗാമിറ്റോഫൈറ്റ് 2 സ്റ്റേജിലായിട്ടാണുള്ളത്. പ്രോട്ടോണിമൽ സ്റ്റേജും ഉണ്ട്, ലീഫി സ്റ്റേജും ഉണ്ട്. ലീഫി സ്റ്റേജ് മനസ്സിലാവുമല്ലോ, ലീഫി. പിന്നെ വേറൊരു പ്രോട്ടോണിമൽ സ്റ്റേജും കൂടിയുണ്ട്. പറയാം, പ്രോട്ടോണിമ എന്ന് പറയുന്നത് ഗ്രീൻ ഫിലമെൻ്റസ് ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ക്രീപ്പിംഗ് സ്ട്രക്ചറാണ്. ഓക്കെ, ഒരു സ്പോറിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്, സ്പോറിന്ന് ഡയറക്റ്റായിട്ട് ജെർമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രോട്ടോണിമ എന്ന് പറയുന്നത്. പ്രോട്ടോണിമ റൈസോയിഡ്സ് ഒക്കെ വെച്ചിട്ട് ബൈൻഡ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും. പിന്നെ ബ്രാഞ്ച്ഡ് സ്ട്രക്ചറാണെന്ന് ഓർത്തേക്കുക. ഗ്രീൻ കളറായിരിക്കും, ഫിലമെൻ്റസ് ആയിരിക്കും, ക്രീപ്പിംഗ് സ്ട്രക്ചർ ആയിരിക്കും. ആര് പ്രോട്ടോണിമ. ഇനി ലീഫി സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ പ്രോട്ടോണിമയിൽ നിന്ന് ഉണ്ടാവുന്ന ആൾക്കാരാണ് ലീഫി. പ്രോട്ടോണിമയിൽ നിന്ന് ലാറ്ററൽ ബഡ് വഴി ഉണ്ടാവുന്നതാണ് ലീഫി ഫോം. അപ്പോൾ ബ്രയോപ്സിഡയിൽ ഗാമിറ്റോഫൈറ്റ് 2 സ്റ്റേജിൽ കാണാം. പ്രോട്ടോണിമയും ഉണ്ട്, ലീഫി സ്റ്റേജും ഉണ്ട്. ആ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി സ്ട്രക്ചേഴ്സ് കാണും. പിന്നെ ഇവരുടെ പ്ലാൻ ബോഡി കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്. റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സൊക്കെ കാണുന്നുണ്ട്. റൈസോയിഡ്സ് ഉണ്ടാവും, ഒരുപാട് ബ്രാഞ്ചസ് പോലെ കാണും റൈസോയിഡ്സ്. പിന്നെ സെക്സ് ഓർഗൻസ് കാണുന്നത് പ്രോട്ടോണിമയിലായിരിക്കില്ല. അതിന് പകരം സെക്സ് ഓർഗൻസ് കാണുന്നത് ലീഫി സ്റ്റേജിലായിരിക്കും. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. 2 സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ ലീഫി സ്റ്റേജിലായിരിക്കും സെക്സ് ഓർഗൻസ് കാണുന്നത്.
ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ബ്രയോപ്സിഡയിൽ വരുന്ന മെയിനായിട്ടുള്ള ആൾക്കാരെ അറിയണ്ടേ? ഫ്യൂണേരിയ, സ്പാഗ്നം, പോളിട്രിക്കം, ഇവരൊക്കെയാണ് വരുന്നത്. ഫ്യൂണേരിയ, പോളിട്രിക്കം, സ്പാഗ്നം. ഓക്കെ. ഇവരുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയുമുണ്ട്, ബഡ്ഡിങ് വഴി. ബഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രോട്ടോണീമയിൽ നിന്ന് ബഡ് ഉണ്ടായി ലീഫി സ്റ്റേജ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ആ രീതിയിലൊക്കെയുള്ള വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ സ്പോർ ഡിസ്പേഴ്സൽ മെക്കാനിസം എലാബറേറ്റ് ആണ്. അതായത് നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള, നമ്മൾ പ്ലാന്റ്സിലൊക്കെ പറയില്ലേ സീഡ് ഡിസ്പേഴ്സൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ സ്പോർ ഡിസ്പേഴ്സൽ മെക്കാനിസം ഇവർക്കുണ്ട്. അതായത് ചില ആൾക്കാർക്ക്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില ആൾക്കാർ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അതിൻ്റെ സ്പോർ ഡിസ്പേഴ്സൽ നടത്തുന്നവരുണ്ട്. ചില ആൾക്കാർ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ചിലത് ഗ്യാപ്പിട്ട് കുറച്ചായിട്ട് നടത്തുന്നവരുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് തരത്തിൽ ഇവരുടെ സ്പോർട്സ് ഡിസ്പേഴ്സൽ നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 3 ഗ്രൂപ്പും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏതാ ഫസ്റ്റ് ഗ്രൂപ്പ്? ഏതാ? ലിവർവേർഡ്സ്. അതിൻ്റെ മറ്റേ പേരും കൂടി ഓർമ്മ വെക്കണം. പിന്നെ രണ്ടാമത്തത് ഹോൺവേർഡ്സ്. മൂന്നാമത്തത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ഹയർ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് ബ്രയോപ്സിഡ അഥവാ മോസസ്. ഇനി നമുക്കിതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടി നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ലേ, കന്നുകാലികൾക്കും അങ്ങനെയുള്ള മറ്റ് ജീവികൾക്കൊക്കെ നമുക്ക് ഹെർബേഷ്യസ് ആയിട്ടുള്ള ആനിമൽസിനൊക്കെ ഫുഡ് ആൻഡ് ഫോഡറായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു യൂസേജ് ഉണ്ട്. അതുപോലെ ഈ മോസസ് ഒക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് മണ്ണൊലിപ്പ് കുറവായിരിക്കും. സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും, കത്തിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സ്പാഗ്നം മോസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇവർക്ക് നല്ലോണം വാട്ടർ അബ്സോർബ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ദൂരദേശത്തേക്കും മറ്റും അയച്ചു കൊടുക്കുമ്പോൾ, നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാന്റ്സും മറ്റ് ലിവിങ് മെറ്റീരിയലൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഈ മോസസും കൂടി വെക്കും. ഇവർ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫുഡ്, ഹെർബേഷ്യസ് ആയിട്ടുള്ള ആനിമൽസിന് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ലിവിങ് മെറ്റീരിയലൊക്കെ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്ന സമയത്ത് യൂസ് ചെയ്യും. അതുപോലെ നമ്മൾ ഇത് പഠിച്ചിട്ടില്ലേ, സക്സഷൻ്റെ സമയത്ത് റോക്സിനെ ഡീകമ്പോസ് ചെയ്തിട്ട് അടുത്ത പ്ലാന്റ് ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്യിക്കണ്ടേ? അപ്പോൾ സക്സഷന് റോക്ക് ഡീകമ്പോസേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബ്രയോഫൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രയോഫൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ലൈക്കൻ്റെ കൂടെ ഫസ്റ്റ് കോളനി ഫോം ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്കിവരെ കൂട്ടാം. അതായത് റോക്സിലും മറ്റും ഒരു സക്സഷൻ ആരംഭിക്കുമ്പോൾ ഫസ്റ്റ് ഒരു കോളനി രൂപപ്പെടണ്ടേ? അത്തരത്തിലുള്ള കോളനി രൂപപ്പെടുത്തുന്ന ആൾക്കാരാണ് ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്, ലൈക്കൻ്റെ കൂടെ തന്നെ. അപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓർത്തേക്കുക. ഫുഡുണ്ട്, മറ്റേ നമ്മുടെ ഫ്യൂവൽ പറയുമ്പോൾ ഓർക്കുക, സ്പാഗ്നം മോസ ഫ്യൂവലിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉണ്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ സക്സഷൻ്റെ കാര്യം, അതുപോലെ സോയിൽ ഇറോഷൻ്റെ കാര്യമൊക്കെ ഓർത്ത് വയ്ക്കുക. ബ്രയോഫൈറ്റ്സ് ഇത്രയേ ഉള്ളൂ, എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാണ്. താങ്ക് യു.